പിറവം, എറണാകുളം ജില്ല. വാൾട്ടറും ഡേവിഡ് ജോണുമായുള്ള സംഭാഷണം തുടരുന്നു. ഇപ്പോൾ സമയം വൈകിട്ട് ഏതാണ്ട് 7 മണി. ഇത്രയും കേട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഡേവിഡ് ആലോചനയോടെ സംസാരിച്ചു തുടങ്ങി. മിസ്റ്റർ ഫോക്സ് ട്രേഡർ ഇന്ത്യയിലേക്ക് വന്നത് താങ്കളെ കാണാനോ അറസ്റ്റ് ചെയ്യാനോ ഒന്നുമില്ല വാൾട്ടർ. അയാളുടെ ലക്ഷ്യം മിൽട്ടനാണ്. ഫോക്സ് ഇന്ത്യയിലെത്തിയെന്നോ? വാൾട്ടർക്കത് പുതിയ അറിവായിരുന്നു. അതെ, ഇന്ന് 2 മണിക്ക് അയാൾ ലാൻഡ് ചെയ്തു. നമ്മുടെ സുഹൃത്ത് ഇൻസ്പെക്ടർ മാത്യൂസ് ആണ് സ്വീകരിക്കാനായി പോയിട്ടുള്ളത്. അവർ പണ്ടേ ഇങ്ങോട്ട് പുറപ്പെട്ട് കാണണം. ഞാൻ ലൊക്കേഷനൊക്കെ ഫോക്സിന് അയച്ചു കൊടുത്തിരുന്നു. പിന്നെ മാത്യൂസിനും അറിയാമല്ലോ ഈ സ്ഥലം. വാൾട്ടർ പതിയെ എഴുന്നേറ്റ് നിന്നു. അങ്ങനെയാണെങ്കിൽ എനിക്കുടൻ തന്നെ മിൽട്ടനെ കാണണം. ഫോക്സ് അയാളെ കണ്ടാൽ എന്തെങ്കിലും മണ്ടത്തരം കാണിക്കും. 10-20 കൊല്ലമായി ഉള്ളിൽ കൊണ്ടു നടക്കുന്ന വൈരാഗ്യമല്ലേ? അയാളൊരു FBI ഓഫീസറല്ലേ? ഒരു ഫോറിൻ രാജ്യത്ത് വന്ന് ഒരാളെ കൊന്നിട്ട് പോകാൻ മാത്രം മണ്ടനാണോ അയാൾ? നിനക്കറിയില്ല വാൾട്ടർ, ഈ നടന്ന സംഭവങ്ങളെല്ലാം അയാളുടെ പദ്ധതി പ്രകാരമാണ്. വളരെ ബുദ്ധിപരമായി അയാൾ കരുക്കൾ നീക്കി. പേരുപോലെ ഒരു കുറുക്കൻ തന്നെയാണ് അയാൾ. മിൽട്ടൺ കഴിഞ്ഞ തവണ ഗോവയിൽ വന്നപ്പോൾ തന്നെ അയാൾ ഞങ്ങളുടെ ഏജൻസിയുമായി ബന്ധപ്പെട്ട് അവനെ പൂട്ടാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തതാണ്. പക്ഷേ അന്ന് ഗോവൻ പോലീസ് മിൽട്ടന്റെ കൂടെ നിന്ന് എല്ലാം തകിടം മറിച്ചു കളഞ്ഞു. അയാൾ മെത്ത് സാമ്പിൾ ആ പ്രദേശം മുഴുവൻ വിതരണം ചെയ്തു. നല്ലൊരു മാർക്കറ്റ് ഉണ്ടാക്കിയെടുത്തു. ഇനിയൊരു മേജർ ഷിപ്മെന്റ് വരാനുണ്ട്. അത് ആരുടെ പേരിലാണ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. 20 കിലോ മെത്തേൻഫിറ്റമീൻ. ആ ഇൻഫർമേഷൻ കിട്ടാനായിരുന്നു നമ്മൾ അവൻ്റെ കൂട്ടുപിടിച്ചത്. അത് കിട്ടുന്നതുവരെ നമ്മൾ ഇടപെടരുത്. നമ്മുടെ ഒരു ഏജന്റ് ഇപ്പോൾ മിൽട്ടന്റെ കൂടെയുണ്ട്. അവൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, മിൽട്ടൺ ഇന്ത്യ വിട്ട് ജീവനോടെ തിരിച്ചു പോകില്ല. നമ്മളിൽ 3 പേരിൽ ഒരാൾ അവനെ അവസാനിപ്പിച്ചിരിക്കും. ഡേവിഡ്, വാൾട്ടർ ചിരിച്ചു. 2 മിനിറ്റ് നേരത്തേക്ക് അവനെ എൻ്റെ മുമ്പിൽ കിട്ടിയാൽ ഏത് ഇൻഫർമേഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഞാൻ നിർബന്ധിക്കാത്തതിന് കാരണമുണ്ട്. ഐ റെസ്പെക്റ്റ് യു. ഞാൻ നിങ്ങളുടെ നാട്ടിൽ വന്ന് നിങ്ങളുടെ പോലീസ് വർക്കിൽ ഇടപെടില്ല. അല്ലെങ്കിൽ അറിയാമോ, ആ പ്രഭാകരൻ എന്നവൻ ഇന്നലെ രാത്രി തന്നെ തീർന്നേനെ. വാൾട്ടർ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് പ്രഭാകരൻ്റെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്തു. എന്തായാലും ഇത്രയും പറഞ്ഞില്ലേ, ബാക്കി കൂടി പറയൂ വാൾട്ടർ. പിന്നീട് എന്തുണ്ടായി? മിൽട്ടൺ എങ്ങനെ ഇത്രയും വളർന്നു? മാഡം മാഗി എങ്ങനെ താങ്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു? വാൾട്ടറിൽ നിന്ന് ഒരു ദീർഘനിശ്വാസം മുതിർന്നു. ഏതാണ്ട് 1 മാസത്തോളം മാഗി ആ കിടപ്പ് കിടന്നു. ബെഡിൽ നിന്ന് അനക്കിയാൽ അപകടമാണെന്നായിരുന്നു ഡോക്ടർമാരുടെ അഭിപ്രായം. ഞാനും പപ്പയും പല ആവർത്തി പറഞ്ഞു നോക്കി. പക്ഷേ ഞങ്ങൾക്ക് അവളെ അവിടെ നിന്നും ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള അതോറിറ്റി ഇല്ലല്ലോ. മാഗിക്ക് മറ്റു ബന്ധുക്കളായി ആരും ഇല്ലതാനും. എങ്ങനെയെങ്കിലും വീട്ടിലെത്തിച്ചാൽ അവളെ രക്ഷപ്പെടുത്താമെന്ന് പപ്പയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. ഒടുവിൽ പതിയെ പതിയെ അവളുടെ ആരോഗ്യസ്ഥിതി വഷളായി തുടങ്ങി. ശ്വാസകോശത്തിൽ ഒരു അണുബാധയായിരുന്നു തുടക്കം. അതോടെ ഞാൻ രണ്ടും കൽപ്പിച്ച് അവളോട് ആ ചോദ്യം ചോദിച്ചു. വാൾട്ടർ നിർത്തി. ഡേവിഡിന് അറിയാമായിരുന്നു എന്താണ് ആ ചോദ്യമെന്ന്. അയാൾ പുഞ്ചിരിച്ചു. വിൽ യു മാരി മീ മാഗി? ഒരു നിമിഷത്തേക്ക് വാൾട്ടർ ആ ഹോസ്പിറ്റൽ മുറിയിലേക്ക് മടങ്ങിപ്പോയി. ചോദ്യം കേട്ടതും മാഗിയുടെ മുഖത്തെ നടുക്കം പ്രകടമായിരുന്നു. എന്താണിത് വാൾട്ട്? എന്താണ് നീ ഇപ്പോൾ ചോദിച്ചത്? ഞാൻ ത്യാഗമൊന്നും ചെയ്യുന്നതല്ല മാഗി. വാൾട്ടർ പുഞ്ചിരിച്ചു. നിന്നെ രക്ഷിക്കാൻ എൻ്റെ കയ്യിൽ ഇനി ആകെയുള്ള വഴിയാണിത്. ഭാവിയിൽ നിനക്കെന്നെ വേണ്ടെന്ന് തോന്നിയാൽ ഉപേക്ഷിച്ച് കളഞ്ഞോളൂ. പക്ഷേ ഇപ്പോൾ നീ ഇത് സമ്മതിക്കണം. ലീഗലി നീ എൻ്റെ ഭാര്യയാണെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് തടയാൻ ആർക്കുമാകില്ല. എന്നിട്ട് ബാക്കി പറഞ്ഞത് ക്രിസ്റ്റഫറായിരുന്നു. എനിക്കൊരു കടം വീട്ടാനുണ്ട് മാഗി. ഞാൻ എടുത്ത ജീവന് പകരം. മാഗി മറുപടി പറയാതെ അദ്ദേഹത്തെ തന്നെ നോക്കിക്കൊണ്ട് കിടന്നതേയുള്ളൂ. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. ഒരു പോറൽ പോലുമില്ലാതെ നിന്നെ ഞാൻ തിരിച്ചു കൊണ്ടുവരും മാഗി. പ്ലീസ്, നീ ഇപ്പോൾ ഇത് സമ്മതിക്കണം. അപ്പോൾ ഞാൻ രക്ഷപ്പെട്ടാൽ പപ്പ? അവൾ കിതച്ചു. ഓ, എന്നെ ഓർത്ത് വിഷമിക്കേണ്ട കുഞ്ഞെ. അദ്ദേഹം അവളുടെ തലയിൽ വാത്സല്യത്തോടെ തഴുകി. ഞാനൊരിക്കലും എൻ്റെ മക്കളെ ഉപേക്ഷിച്ച് പോകില്ല, പേടിക്കണ്ട. പിന്നെ ഒട്ടും വൈകിയില്ല. അന്നേക്ക് 3-ാം നാൾ ആ ഹോസ്പിറ്റൽ മുറിയിൽ വെച്ച് തന്നെ ഞങ്ങൾ വിവാഹിതരായി. വാൾട്ടർ വർത്തമാനകാലത്തിലേക്ക് മടങ്ങി വന്നു. പിന്നീടുള്ള 3-4 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എല്ലാ ലീഗൽ ഡോക്യുമെൻറ്റ്സും തയ്യാറാക്കി ഡോക്ടർമാരുടെ എതിർപ്പുകളെ വകവയ്ക്കാതെ എൻ്റെ ഭാര്യയെ വീട്ടിലേക്ക് കൊണ്ടുപോന്നു. ബാക്കി നിനക്ക് ഊഹിക്കാമല്ലോ. പക്ഷേ അവർ വീൽ ചെയറിലാണല്ലോ ഇപ്പോഴും. വൂഡു പോലൊരു വിദ്യ പ്രയോഗിക്കുമ്പോൾ നമ്മളതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നന്നായി അറിഞ്ഞിരിക്കണം. അവൾ ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കുകയില്ല എന്നാണല്ലോ ഡോക്ടർമാർ പറഞ്ഞത്. നമ്മുടെ മെഡിക്കൽ സയൻസിനെ സംബന്ധിച്ചിടത്തോളം അത് സത്യവുമാണ്.
സുഷുമ്ന നാടി തകർന്നു പോയിട്ട് പിന്നെ ഒരാൾ എഴുന്നേറ്റ് നടക്കുന്നത് പല ചോദ്യങ്ങൾ ഉയരാൻ കാരണമാകും. അതുകൊണ്ട് ഞങ്ങൾ മനഃപൂർവ്വം എടുത്ത തീരുമാനമാണത്. സ്റ്റെല്ലയ്ക്ക് പോലും അറിയില്ലായിരുന്നു ഇത് 2 ദിവസം മുൻപ് വരെ. താങ്കളുടെ പപ്പ? ഒരു ദീർഘനിശ്വാസം മാത്രമായിരുന്നു വാൾട്ടറുടെ മറുപടി. അദ്ദേഹം സ്വന്തം ജീവൻ കൊടുത്ത് മാഡം മാഗിയെ സുഖപ്പെടുത്തി അല്ലേ? എൻ്റെ പപ്പ ഒരിക്കലും എന്നെ വിട്ടുപോകില്ല ഡേവിഡ്. വാൾട്ടറുടെ കണ്ണുകളിൽ നനവ് പടർന്നു. ഏത് നിമിഷവും ഞാനൊന്ന് വിളിച്ചാൽ ഓടിയെത്തും. എൻ്റെ വീടിൻ്റെ ബേസ്മെൻറ്റിൽ ഇപ്പോഴുമുണ്ട് അദ്ദേഹത്തിൻ്റെ സാമീപ്യം. പൂർവ്വ പിതാക്കന്മാരോട് കൂടെ. മരിച്ചു പോയാലും എനിക്ക് സങ്കടമില്ല. ഞാനും ചേരും അവരുടെ കൂടെ. മനസ്സിലാക്കാനുള്ള പ്രായം എത്തിക്കഴിഞ്ഞപ്പോൾ സ്റ്റെല്ലയോട് ഇതെല്ലാം തുറന്നു പറയാതിരുന്നതെന്തേ? ആ കുട്ടി മാനസികമായി വല്ലാതെ തകർന്നിരിക്കുകയാണ്. എല്ലാവരും അവളുടെ കള്ളം മാത്രമേ പറയുന്നുള്ളൂ എന്നാണ് അവളുടെ സങ്കടം. അവളുടെ സുരക്ഷയെ കരുതി മാത്രമാണ്. എന്തൊക്കെ പറഞ്ഞാലും വൂഡു നിയമവിരുദ്ധമാണ്. സ്റ്റെല്ല തികച്ചും സത്യസന്ധിയായി എല്ലാ നിയമങ്ങളും പാലിച്ച് ജീവിക്കുന്ന ഒരു നല്ല പെൺകുട്ടിയായിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അവൾ വളർന്നു വരുമ്പോഴേക്കും ശത്രുക്കളെല്ലാം ഒടുക്കാമെന്ന് എനിക്കുറപ്പുണ്ട്. പിന്നെ അവളെ ഞാനെന്തിന് ഈ ഭീകരതയിലേക്ക് വലിച്ചിടണം? ശരിയല്ലേ? ഡേവിഡ് സമ്മതഭാവത്തിൽ തലയാട്ടിക്കൊണ്ട് എഴുന്നേറ്റ് നിന്നു. അതുപോലെ വേറൊരു കാര്യം ചോദിക്കട്ടെ. ആ മിൽട്ടൺ കരുതിയിരിക്കുന്നത് സ്റ്റെല്ല അയാളുടെ മകളാണെന്നാണല്ലേ? അതെ, വാൾട്ടർ പുഞ്ചിരിച്ചു. അങ്ങനെയൊരു മഹാഭാഗ്യമുണ്ടായി. അവളുടെ പ്രായം വെച്ച് കണക്ക് കൂട്ടിയെടുത്താൽ ഒരുപക്ഷെ അവന് മനസ്സിലായേക്കും. പക്ഷേ അവൻ അതിന് തുനിയില്ല. അതുമാത്രമല്ല ഡേവിഡ്, വേറൊരു കൗതുകകരമായ സത്യം കൂടി പറയാം. സ്റ്റെല്ല ജനിച്ചു വീണത് ഈ മണ്ണിലാണ്, കേരളത്തിൽ. വാട്ട്? വിവാഹശേഷം ഞാനും മാഗിയും ലൂസിയാനയിൽ തുടരുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കിയ ക്യാപ്റ്റൻ മിസ്റ്റർ സുമിത്താണ് ഞങ്ങളെ ഇങ്ങോട്ടയച്ചത്. ഇവിടെ തനിക്കറിയാമായിരിക്കും, മിസ്റ്റർ ബിനീഷിൻ്റെ ഫാമിലിയോടൊപ്പമായിരുന്നു ഞങ്ങൾ കുറേ വർഷങ്ങൾ. ഒടുവിൽ മിൽട്ടൻ്റെ ആളുകൾ ഞങ്ങളെ തേടി ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി എൻ്റെ വൂഡു ബുക്ക് തുറന്നത്. മിസ്റ്റർ ബിനീഷ് പക്ഷെ ഒരു ക്രിമിനലാണ് കേട്ടോ. അവനെ വിശ്വസിക്കരുത്. എനിക്കറിയാം ഡേവിഡ്. പക്ഷേ വൂഡു കില്ലർ വാൾട്ടറെ ഉപദ്രവിക്കുന്നത് അയാൾക്ക് ചിന്തിക്കാൻ പോലുമാകില്ല. പരിചയമില്ലാത്ത സ്ഥലമല്ലേ, ഒരാൾ സഹായത്തിന് വേണമല്ലോ എന്ന് കരുതി കൂടെ കൊണ്ടു നടക്കുന്നതാണ്. കേരളത്തിൽ എവിടെ എന്ത് നടന്നാലും അയാൾ അറിയും. അതുപോട്ടെ, ഡേവിഡ് ഇത് പറയൂ, ഇനി എന്താണ് നമ്മുടെ അടുത്ത നീക്കം? ഡേവിഡ് വാൾട്ടറുടെ മുഖത്തേക്ക് ഒരു നിമിഷം പുഞ്ചിരിയോടെ നോക്കി നിന്നു. എന്താ? വാൾട്ടർക്ക് മനസ്സിലായില്ല. വളരെ കുറച്ചു പേർക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യം പറയാം ഞാൻ. ഡേവിഡ് ഒരു ഹസ്തദാനത്തിന് കൈനീട്ടി. എൻ്റെ പേര് ഡേവിഡ് എന്നല്ല മിസ്റ്റർ വാൾട്ടർ. അത് ഞാൻ ഊഹിച്ചിരുന്നു. വാൾട്ടർ അവൻ്റെ നീട്ടിയ കൈ സ്വീകരിച്ചു. ഐ ആം ശരത് ചന്ദ്രപാൽ, സ്പെഷ്യൽ ഏജന്റ്, റിസർച്ച് ആൻഡ് അനലിറ്റിക് വിങ്, റോ. ഡേവിഡിൻ്റെ മുഖത്തെ ചിരി പതിയെ വാൾട്ടറിലേക്കും പകർന്നു. ഞാൻ പറയാം ശരത്, ഫോക്സ് ഇന്റർപോളുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഗവൺമെൻറ്റിന് ഇൻഫർമേഷൻ കൈമാറി. നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു ഇൻ്റർനാഷണൽ കുറ്റകൃത്യമാണ്. അപ്പോൾ അതന്വേഷിക്കേണ്ടത് റോ ആയിരിക്കണം അല്ലേ? എനിക്കറിയാം ഇന്ത്യൻ പ്രോട്ടോക്കോളൊക്കെ. അതെ, അതുതന്നെയാണ് സംഭവിച്ചത്. മിൽട്ടണുമായി എടുക്കാൻ ഏറ്റവും നല്ല വഴി എന്ന നിലയിൽ അയാളുടെ ദീർഘകാല സുഹൃത്തായ പ്രഭാകരനെ കൂട്ടുപിടിച്ചു. യെസ്, മിൽട്ടന്റെ ഗോവ ഓപ്പറേഷനിടയിൽ അയാൾ പലപ്പോഴും പ്രഭാകരനുമായി ബന്ധപ്പെട്ടിരുന്നു. അന്നേ ഞങ്ങൾ കരുതിയതാണ്, എന്നെങ്കിലും മിൽട്ടൺ കേരളത്തിൽ ബിസിനസ് നടത്തുകയാണെങ്കിൽ അത് പ്രഭാകരൻ വഴിയായിരിക്കുമെന്ന്. എക്സലന്റ്. വാൾട്ടർ അറിയാതെ അവനെ പ്രശംസിച്ചുപോയി. ഇതുവരെ ഞങ്ങളുടെ കണക്കുകൂട്ടലുകളെല്ലാം കൃത്യമായിരുന്നു, ഒരൊറ്റ കാര്യത്തിലൊഴിച്ച്. പ്രഭാകരനും മിൽട്ടനും തമ്മിൽ തെറ്റി. അത് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ആ ഒരൊറ്റ വിഷയത്തിൽ വളരെ സ്മൂത്തായി നടക്കേണ്ടിയിരുന്ന ഓപ്പറേഷനിൽ ആവശ്യമില്ലാത്ത കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടായി. ലോക്കൽ പോലീസ് നിങ്ങളെ സഹായിക്കില്ലേ? ഞങ്ങൾക്ക് ആവശ്യമെങ്കിൽ സഹായം ആവശ്യപ്പെടാം. പക്ഷേ താങ്കൾക്കറിയാമല്ലോ, പോലീസുകാർ ഈ നാട്ടിൽ മന്ത്രിമാരെക്കാൾ കീഴെയാണ്. ഒരൊറ്റ ഫോൺ കോളിൽ എത്ര വലിയ അന്വേഷകനും പത്തിമടക്കുന്ന ഒരു വിചിത്ര സംവിധാനമാണ് ഈ രാജ്യത്ത്. ഞങ്ങളുടെ അന്വേഷണത്തിൽ ലോക്കൽ അതോറിറ്റീസിനെ ഒന്നും ഉൾപ്പെടുത്താറില്ല. ഞാൻ ചോദിക്കാൻ കാരണം, ഇവിടെ വന്നിട്ട് ഞാൻ 2 പോലീസ് ഓഫീസറിനെ പരിചയപ്പെട്ടു, മിസ്റ്റർ മാത്യൂസ് തരകൻ ആൻഡ് ശിവാനന്ദ്. അവരെ 2 പേരെയും എനിക്കറിയാം. അവരുടെ ദൃഷ്ടിയിൽ ഞാനൊരു ക്രിമിനലാണെന്ന് മാത്രം. താങ്കൾ പറഞ്ഞത് സത്യമാണ്. 2 പേരും മിടുക്കന്മാരാണ്. മാത്യൂസ് ബുദ്ധി ഉപയോഗിച്ച് കളിക്കുമ്പോൾ ശിവാനന്ദ് കുറെ കൂടി അഗ്രസീവാണ്. അയാൾ അപകടം ക്ഷണിച്ചു വരുത്തുന്ന ടൈപ്പാണ്. ഒറ്റയാനാണ്, കുടുംബമില്ല, അതുകൊണ്ടൊക്കെ ആയിരിക്കും. അനന്തരഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ എടുത്തു ചാടുന്ന ടൈപ്പാണ്. ശരത്തിന്റെ മനസ്സിൽ അന്ന് ഹൈവേയിൽ വെച്ചുണ്ടായ ഏറ്റുമുട്ടൽ മിന്നിമറഞ്ഞു. നിങ്ങൾക്കറിയാമോ, അതീവ രഹസ്യമായി നിങ്ങൾ സ്റ്റെല്ലയെ താമസിച്ചിരിക്കുന്ന സ്ഥലം
അവരുടെ നിരീക്ഷണത്തിലാണ്. അവരാണ് എനിക്ക് ലൊക്കേഷൻ പറഞ്ഞു തന്നത്. അതുമറിയാം, ഞാൻ സമ്മതിച്ചല്ലോ. അവർ മിടുക്കന്മാർ തന്നെയാണ്. സാധാരണഗതിയിൽ ഒരാൾക്കും ഈ സ്ഥലം കണ്ടുപിടിക്കാനാവില്ല. ഞങ്ങളുടെ ഫോണുകൾ പോലും ട്രേസ് ചെയ്യാനാവില്ല. താങ്കൾക്കറിയാമോ, സ്റ്റെല്ലയുടെ ഫോൺ പോലും ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ്. എന്നിട്ടും അവർ ഈ സ്ഥലം കണ്ടുപിടിച്ചെന്ന് പറയുമ്പോൾ യെസ്, ദേ ആർ റിയലി ഗുഡ്. അത് പറഞ്ഞു തീർന്നതും അവൻ്റെ ശ്രദ്ധ മൊബൈലിൽ വന്ന ഒരു മെസ്സേജിലേക്കായി. മിഷൻ കോംപ്രമൈസ്ഡ്. നത്താലിയ നീഡ്സ് അസിസ്റ്റൻസ്. പ്ലീസ് അഡ്വൈസ്. ശരീരത്തിൽ ഭാവമാറ്റം ശ്രദ്ധിച്ച വാൾട്ടർ അവൻ്റെ തോളിൽ തട്ടി വിളിച്ചു. എല്ലാം ഓക്കെ അല്ലേ? എന്തെങ്കിലും പ്രശ്നം? നമുക്ക് പോകണം. ശരത്ത് തിടുക്കത്തിൽ ശ്മശാനത്തിന് പുറത്തേക്ക് നടന്നു. പ്രഭാകരൻ്റെ കാറിന് വെളിയിലിറങ്ങുന്ന തനി ഗുണ്ടാലുക്കുള്ള രണ്ടുപേരെ കണ്ടതും ശിവാനന്ദ് അപകടം മണത്തു. ശിവ. പ്രഭാകരൻ ചിരിയോടെ വീണ്ടും അവൻ്റെ തോളിൽ കൈവച്ചു. നമുക്ക് സംസാരിച്ചേ ഒക്കൂ ശിവ, പല വിഷയങ്ങളുമുണ്ട്. യാന്ത്രികമായി അവൻ്റെ കൈ പോക്കറ്റിലേക്ക് താഴുന്ന കണ്ട പ്രഭാകരൻ ജാഗരൂകനായി. അത് ശിവാനന്ദ് ശ്രദ്ധിക്കുകയും ചെയ്തു. കമോൺ ശിവ, മണ്ടത്തരമൊന്നും കാണിക്കില്ലേ. മര്യാദയ്ക്ക് നല്ല കുട്ടിയായിട്ട് എൻ്റെ കൂടെ വാ. മിസ്റ്റർ പ്രഭാകരൻ. ശിവാനന്ദിൻ്റെ സ്വരം ആകെ മാറിയിരുന്നു. താൻ ആരാണെന്നും എന്തൊക്കെ ചെയ്തു കൂട്ടിയിട്ടുണ്ടെന്നും നന്നായി അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ ഈ നിൽക്കുന്നത്. ഇനിയും തൻ്റെ മറ്റേ സ്വഭാവം കാണിച്ചിട്ടെന്നെ. മിണ്ടാതിരിയടാ. പ്രഭാകരൻ പെട്ടെന്നാണ് ക്രൂദ്ധനായി മാറിയത്. ഒന്നാന്തരം അവസരം തന്നതല്ലേ നിനക്ക്? പാർവതി നിന്നെ വിളിച്ചില്ലായിരുന്നോ? നല്ലൊരു ഓഫർ തന്നതല്ലേ? ഞാൻ ആരാണെന്നാണ് നീ കരുതിയത്? അപ്പോഴേക്കും പുറത്തു നിന്നിരുന്ന രണ്ടുപേരും അകത്തേക്ക് ഇരച്ചു കയറിയിരുന്നു. അടുത്ത നിമിഷം ശിവാനന്ദ് തൻ്റെ പോക്കറ്റിൽ നിന്നും സർവീസ് റിവോൾവർ വലിച്ചെടുത്ത് ഒറ്റ വലിക്ക് പ്രഭാകരനെ തനിക്ക് അഭിമുഖമായി തിരിച്ചു നിർത്തി. എന്നാൽ അയാൾക്ക് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായില്ല. ഒറ്റ വെടിക്ക് തീർത്തേക്കണം ശിവ. അറസ്റ്റ് ചെയ്യാനും വിസ്തരിക്കാനും ഒന്നും നിന്നിട്ട് കാര്യമില്ല. ഞാൻ ആരാന്ന് നിനക്ക് നന്നായി അറിയാലോ. ഷട്ടപ്പ്. അലറിക്കൊണ്ട് അയാൾ ആ തോക്കിൻ കുഴൽ പ്രഭാകരന്റെ വായിലേക്ക് തള്ളിക്കയറ്റി. ജീവിതത്തിൽ നീ ഇനി വെളിയിലിറങ്ങാൻ പോകുന്നില്ല. അട്ടപ്പടലം നിന്നെ ഞാൻ പൂട്ടിയിരിക്കും. പന്നം. ശിവാനന്ദ് പല്ലുഞെരിച്ചു. വെക്കടാ, വെടിവെക്കടാ. പ്രഭാകരൻ ശിവാനന്ദിന്റെ കൈ പിടിച്ച് തോക്ക് തന്റെ വായിലേക്ക് അമർത്തി. തന്റെ രക്തം ചൂടുപിടിച്ചു വരുന്നത് ശിവാനന്ദ് തിരിച്ചറിഞ്ഞു. ഏതു നിമിഷവും തന്റെ നിയന്ത്രണം നഷ്ടപ്പെടാം. അവന്റെ ശ്രദ്ധ തന്റെ ചൂണ്ടുവിരലിലേക്ക് മാത്രമായി. അടുത്ത നിമിഷം ഉച്ചത്തിൽ ഒരു ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം മുഴങ്ങി. മേശപ്പുറത്തിരുന്ന ശിവാനന്ദിന്റെ മൊബൈൽ ഫോണാണ്. എല്ലാവരും ഒന്ന് നടുങ്ങി. ആ ഒരൊറ്റ നിമിഷം, അതിനുള്ളിൽ എല്ലാം കഴിഞ്ഞു. ഗുണ്ടകളിലൊരുവൻ മുൻപോട്ട് കുതിച്ച് ശിവാനന്ദിനെ പുറകോട്ട് ചവിട്ടിത്തെറിപ്പിച്ചു. മലർന്നടിച്ച് വീണ ശിവാനന്ദ് കാഞ്ചി വലിച്ചെങ്കിലും പ്രയോജനമുണ്ടായില്ല. നിമിഷങ്ങൾക്കുള്ളിൽ അയാളുടെ കൈപ്പത്തി ബൂട്ടിട്ട കാലിനിടയിൽ ഞെരിഞ്ഞു. അപ്പോഴേക്കും മറ്റവൻ ഷർട്ടിന് പുറകിൽ നിന്ന് ഒരു സ്റ്റീൽ പൈപ്പ് വലിച്ചെടുത്തു കഴിഞ്ഞിരുന്നു. ശിവാനന്ദ് പിടഞ്ഞെണീക്കാനാഞ്ഞതും തിരുനെറ്റിൽ തന്നെ അടുത്ത പ്രഹരം. കൊല്ലരുതവനെ, എനിക്ക് വേണം. മുരണ്ടുകൊണ്ട് കുതിച്ചെത്തിയ പ്രഭാകരൻ ആ പൈപ്പ് പിടിച്ചു വാങ്ങി. സാറേ, ഇവിടെ വെച്ച് വേണ്ട സാറേ, വണ്ടിക്കകത്തിട്ട് കൊണ്ടാവാം. ഗുണ്ടകളിൽ ഒരുവൻ മന്ത്രിച്ചു. എന്നാലും കഴിവേറി കാഞ്ചി വലിച്ചിരുന്നെങ്കിലോ? കുരുത്തം കൊണ്ടാ രക്ഷപ്പെട്ടെ. പ്രഭാകരന്റെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അത് പിന്നെ സാറ് തന്നെയല്ലേ വെക്കുവെടി എന്ന് പറഞ്ഞ് തോക്ക് വായിക്കാത്തോട്ട് കുത്തിക്കയറ്റിയേ. ഞാൻ ഓർത്ത് സാറ് എന്നെ ഈ കാണിക്കുന്നേന്ന്. പിന്നെ ഒട്ടും വൈകിയില്ല. ശിവാനന്ദിന്റെ വായിൽ കുറെ തുണി തിരുകി പ്ലാസ്റ്റർ ഒട്ടിച്ച് കൈകാലുകൾ ബന്ധിച്ച് അവർ പൊക്കിയെടുത്ത് പുറത്തേക്കിറങ്ങി. പൊന്നു മോനെ, നിന്നെ ഞാൻ ജീവനോടെ ഉരുക്കും, എന്നിട്ട് കടലിൽ കലക്കും, നോക്കിക്കോ. ഡിക്കി അടയ്ക്കുന്നതിന് മുമ്പ് പ്രഭാകരൻ അമറി. ഗുണ്ടകൾ തിരിച്ച് വീട്ടിനുള്ളിലേക്ക് തന്നെ കയറി, തെളിവ് നശിപ്പിക്കാൻ. എടാ സണ്ണി, ആ കഴിവറുടെ മോള് പാർവതി വന്നോ നോക്കിയേ. ഒന്ന് വിളിച്ചേ അവളെ. എപ്പോൾ പോയതാ? പ്രഭാകരൻ ഫോൺ ഒരുത്തിന് നീട്ടി. ഈ ഇടയായിട്ട് ഒരൊറ്റ ഒരെണ്ണത്തിന് ഒരു കാര്യത്തിനും പറഞ്ഞു വിടാൻ ഒക്കുന്നില്ല. ഒക്കെ കൊളമാക്കിക്കൊണ്ടുവരും. അവൾ വൈകുന്തോറും എനിക്ക് പേടിയാ. പോലീസ് അവളെ തപ്പുന്നുണ്ടെന്ന് ഉറപ്പാ. സണ്ണി ഫോൺ വാങ്ങി വളരെ ബന്ധപ്പെട്ട് പാർവതിയുടെ നമ്പർ തപ്പിയെടുത്ത് ഡയൽ ചെയ്തു. ഹലോ. അപ്പുറത്തുനിന്ന് കേട്ട മറുപടി അവനെ ചിന്താക്കുഴപ്പത്തിലാക്കിയെന്ന് മുഖഭാവം വ്യക്തമാക്കി. എന്നാടാ? പ്രഭാകരൻ ഫോൺ പിടിച്ചു വാങ്ങി ചെവിയോട് ചേർത്തു. പാർവതി ഇപ്പോൾ സംസാരിക്കാനാവാത്ത ഒരവസ്ഥയിലാണ്. ആരാണിത്? ശുദ്ധമായ ഇംഗ്ലീഷിലുള്ള ആ സ്ത്രീസ്വരം കേട്ട് പ്രഭാകരൻ അമ്പരുന്നു. ആരാണിത്? പാർവതി എവിടെ? ഞാൻ ആരെങ്കിലും ആകട്ടെ മിസ്റ്റർ പ്രഭാകരൻ. അപ്പുറത്ത് നതാലിയുടെ ചിരിമുഴങ്ങി. ആദ്യം വന്നവരും പിന്നെ ഇപ്പോൾ വന്ന ഈ പാർവതിയും കൂട്ടരും എല്ലാവരെയും ഞാൻ നല്ല വൃത്തിയായി കൈകാര്യം ചെയ്തു കഴിഞ്ഞു.
ഇനിയുമുണ്ടോ ആരെങ്കിലും? വേഗമായിക്കോട്ടെ, നല്ല തിരക്കുണ്ട് എനിക്ക്. ഹൂ ദ ഫക്ക് അറിയോ? പ്രഭാകരൻ അലറി. മിസ്റ്റർ പ്രഭാകർ. വീണ്ടും അവളുടെ ചിരി. ഇനി തനിക്ക് എന്ത് ചെയ്യാനാകും? എല്ലാം തീർന്നില്ലേ? കാണിച്ചു തരാമെടി. മലയാളത്തിലാണ് അയാൾ ആക്രോശിച്ചത്. ഗുഡ് ബൈ മിസ്റ്റർ പ്രഭാകർ. ചിരിയോടെ തന്നെ അപ്പുറത്ത് ഫോൺ കട്ടായി. ആരാ സാറേ? സണ്ണി അടുത്തു വന്നു. പാർവതിക്ക് പണി കിട്ടിയാ? കണ്ടിട്ട് ഒക്കെ തവിട് പൊടിയായ ലക്ഷണ. പ്രഭാകരൻ പിറുപിറുത്തുകൊണ്ട് മേശപ്പുറത്തിരുന്ന ശിവാനന്ദിൻ്റെ ഫോൺ എടുത്ത് നോക്കി. ഓ, ആ CI മാത്യൂസ് ആണ് വിളിച്ചത്. അയാൾ കാരണം ജീവൻ തിരിച്ചു കിട്ടി. പതുക്കെ ചിരിച്ചുകൊണ്ട് അയാൾ ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു. ഹലോ ശിവ, എവിടെയാ? ആവശ്യത്തിന് കിടന്നുറങ്ങിയോ? ശിവാനന്ദ് ഇവിടെ ഇല്ലല്ലോ മാത്യു സാറേ. ആരാ ഇത്? നമ്മൾ തമ്മിൽ പരിചയം കാണില്ല. ഞാൻ പ്രഭാകരൻ എടത്തറ, ശിവന്റെ ഒരു അടുത്ത സുഹൃത്താ. ശിവനെവിടെ? മാത്യൂസിന്റെ സ്വരത്തിൽ പരിഭ്രാന്തി നിഴലിച്ചു. ശിവനൊക്കെ ഇവിടെയുണ്ട് സാറേ. സാറിപ്പോൾ എവിടെയാ? എനിക്ക് നിങ്ങളോട് രണ്ടുപേരോടും കൂടി ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. പ്രഭാകരന്റെ സംസാരത്തിന്റെ ടോണിൽ നിന്ന് തന്നെ കാര്യങ്ങൾ അപകടത്തിലായെന്ന് മാത്യൂസിന് മനസ്സിലായി. ഞാനിപ്പോൾ തന്നെ ശിവന്റെ വീട്ടിലേക്ക് വരാം, പ്ലീസ് വെയിറ്റ്. മാത്യൂസ് ഫോൺ കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പ്രഭാകരന്റെ പൊട്ടിച്ചിരി കേട്ടു. എൻ്റെ സാറേ, ഇനി നമ്മൾ രണ്ടാളും എന്തിനാ ഈ ഒളിച്ചുകളി? എൻ്റെ 2 പിള്ളേര് സാറിൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് സ്ട്രെയിറ്റ് ഫോർവേഡായി കളിക്കാം. ശിവാനന്ദിനെ ഇനി ജീവനോടെ കാണണമെങ്കിൽ സാറ് ജോബിനെയും പിന്നെ മറ്റേ ചെക്കനെയും കൊണ്ടുപോവാ. എങ്ങോട്ടാ വരേണ്ടതെന്ന് ഞാൻ പിന്നെ വിളിച്ചു പറയാം. ഒക്കെ റെഡിയായി കഴിയുമ്പോൾ ഈ നമ്പറിൽ തന്നെ ഒന്നുകൂടെ വിളിച്ചാൽ മതി. അയാൾ ഫോൺ കട്ട് ചെയ്തു. ഇവന്മാർ 2 പേരും പെശകാ സാറേ. സണ്ണി പ്രഭാകരൻ നേരെ തിരിഞ്ഞു. ഡീലുണ്ടാക്കാനൊന്നും നിന്നിട്ട് കാര്യമില്ല, തട്ടിക്കളയണം. പ്രഭാകരിൽ നിന്ന് ഒരു ദീർഘനിശ്വാസമുയർന്നു. ഈ പോലീസുകാരെയൊക്കെ തീർത്താൽ ആകെ വലയാ. എന്തു ചെയ്യുന്നു പറ? ആ മിൽട്ടൻ ഒറ്റയൊരുത്തം കാരണമല്ലേ? അവനെയാണ് ആദ്യം തീർക്കണ്ടേ, പന്നി. സാറ് എന്നാ ചെയ്യേണ്ടതെന്ന് പറ, അതുപോലെ ചെയ്യാം. സണ്ണി പ്രഭാകരന്റെ വലം കൈയാണ്. അയാൾ എന്തിനും ഏതിനും തയ്യാറായി കൂടെ കൂടിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. തുടർന്ന് തെളിവുകളെല്ലാം നശിപ്പിച്ച് നുറപ്പുവരുത്തി അവർ പുറത്തിറങ്ങി വാതിൽ പുറത്തുനിന്ന് പൂട്ടി. നെടുമ്പാശ്ശേരി എയർപോർട്ട്. അതേസമയം മിസ്റ്റർ മാത്യൂസ്, ഫോക്സ് ട്രേഡർ ഹസ്തദാനം നടത്തി. എന്നെ ഓർക്കുന്നുണ്ടാകുമെന്ന് കരുതുന്നു. നമ്മൾ പണ്ട് ഫോണിൽ. യെസ്, താങ്കൾ എന്നെ വിളിച്ച് വാൾട്ടറെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഫോക്സ് പുഞ്ചിരിച്ചു. എന്തുപറ്റി? താങ്കളുടെ മുഖമാകെ വല്ലാതിരിക്കുന്നു. ജോലി സംബന്ധമായ ചില പ്രശ്നങ്ങൾ. താങ്കളുടെ അടുത്ത പരിപാടികൾ പറയൂ. എനിക്ക് അത്യാവശ്യമായി ഒരിടത്ത് പോകണം. എൻ്റെ ഒരു സുഹൃത്ത് വല്ലാത്തൊരു അപകടത്തിലാണ്. താങ്കൾ എന്നെ സ്വീകരിക്കാൻ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് വെളിയിലിറങ്ങിയാൽ പിന്നെ താങ്കൾക്ക് പോകാം. ഇടയ്ക്ക് എന്നെ ഒരാൾ പിക്ക് ചെയ്തോളും. ഓ, അത്... മാത്യൂസ് ആലോചനയിലായി. താങ്കളെ വളരെ സുരക്ഷിതമായി ഹോട്ടലിൽ എത്തിക്കണമെന്നാണ് എനിക്കുള്ള ഓർഡർ. അതൊന്നും കാര്യമേക്കണ്ട മിസ്റ്റർ മാത്യൂസ്. ഫോക്സ് ചിരിച്ചു. ഞാനിവിടെ വന്നിരിക്കുന്നത് ചില ലക്ഷ്യങ്ങളോടെയാണ്. എന്നെ സഹായിക്കാനായി ഇവിടെ ധാരാളം ഏജൻസ് ഉണ്ട്. വെറുതെ താങ്കൾ ഇതിലേക്ക് വലിച്ചിഴക്കുന്നില്ല. ഏജൻസ്? മാത്യൂസിൻ്റെ നെറ്റി ചുളിഞ്ഞു. കൂടുതൽ വിശദമായി പറയണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക്, പക്ഷേ ഹൈലി ക്ലാസിഫൈഡ് മിഷനാണ്. മാത്യൂസ് ഒന്നും മറുപടി പറയാതെ പുറത്തേക്ക് നടന്നു. അയാൾക്ക് മുമ്പേ തന്നെ ചില സംശയങ്ങളുണ്ടായിരുന്നു. തുടർന്ന് അയാളെയും കയറ്റി ആ പോലീസ് വാഹനം എയർപോർട്ടിന് വെളിയിലെത്തിയപ്പോഴേക്കും മാത്യൂസ് വളരെ അസ്വസ്ഥനാണെന്ന് ഫോക്സിന് മനസ്സിലായി. എന്തോ ഗുരുതര പ്രശ്നമാണെന്ന് അയാൾ ഊഹിച്ചു. അയാളുടെ ചോദ്യങ്ങൾക്കൊന്നും മാത്യൂസ് മറുപടി പറയുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ ഹൈവേ എത്തിയപ്പോൾ മാത്യൂസ് തിരിഞ്ഞു. ഇനി എങ്ങോട്ട്? ഫോക്സ് സമീപത്ത് തന്നെയുള്ള ഒരു വലിയ തരിശു ഭൂമിയിലേക്ക് വിരൽ ചൂണ്ടി. തൽക്കാലം നമുക്കവിടെ വെയിറ്റ് ചെയ്യാം. ആരെങ്കിലും ഉടൻ വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇല്ലെങ്കിൽ ദാ ഇത് കണ്ടോ? അയാൾ തൻ്റെ ഫോണിൽ ഒരു ലൊക്കേഷൻ തുറന്ന് മാത്യൂസിനെ ഏൽപ്പിച്ചു. പിറവമെന്നോ മറ്റോ ആണ് സ്ഥലപ്പേര്. ഇവിടേക്കാണ് എനിക്ക് പോകേണ്ടത്. മിസ്റ്റർ ഫോക്സ്. ആ സ്ഥലപ്പേര് കേട്ടതും മാത്യൂസിൻ്റെ ഭാവം മാറി. അപ്പോൾ ഈ കേസിൽ താങ്കൾക്ക് എല്ലാ വിവരങ്ങളും അറിയാം. പിറവത്ത് എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. യെസ്, ഞാൻ പറഞ്ഞല്ലോ, എന്നെ സഹായിക്കാൻ ഇവിടെ ഏജൻസ് ഉണ്ട്. പക്ഷേ കൂടുതൽ വിവരങ്ങൾ പറയാൻ നിവൃത്തിയില്ലെന്ന് എനിക്കറിയാം. മാത്യൂസ് ഇടയ്ക്ക് കയറി. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഞങ്ങൾ ജീവൻ പണയം വെച്ച് ഒരു കേസിൻ്റെ പുറകെയുള്ള ഓട്ടത്തിലായിരുന്നു. ഉറങ്ങിയിട്ട് തന്നെ ദിവസങ്ങളായി. ഒരു 16 വയസ്സുകാരൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. എല്ലാ ഡീറ്റെയിൽസും എനിക്കറിയാം മാത്യൂസ്. ഫോക്സ് ചിരിച്ചു. താങ്കൾ സമാധാനപ്പെടും. ഇപ്പോൾ എന്താണ് താങ്കളുടെ പ്രശ്നം? താങ്കൾക്ക് പ്രഭാകരൻ എന്നൊരാളെ അറിയുമോ? അവൻ്റെ കൂട്ടാളി ഒരു മിസ്റ്റർ ഡേവിഡിനെ അറിയുമോ?
ഫോക്സ് ഒരു നിമിഷം നിശബ്ദനായിരുന്നു. എൻ്റെ ഒരു സമർത്ഥനായ ഓഫീസർ ഇപ്പോൾ പ്രഭാകരൻ്റെ പിടിയിലാണ്. എനിക്കുറപ്പുണ്ട് നിങ്ങളും ഈ കേസിലൊരു ഭാഗമാണെന്ന്. യു ഹാവ് ടു ഹെൽപ്പ് മീ. ഓക്കെ മിസ്റ്റർ മാത്യൂസ്. കുറേ നേരത്തെ ആലോചനയ്ക്ക് ശേഷം ഫോക്സ് തലയുയർത്തി. കേട്ടിടത്തോളം ഈ പ്രഭാകരൻ വളരെ അപകടകാരിയാണ്. പക്ഷേ അയാളല്ലേ എൻ്റെ ലക്ഷ്യം. ഞാനും അയാളും തമ്മിൽ യാതൊരുവിധ ഇടപാടുകളുമില്ല. ഇത് തികച്ചും നിങ്ങൾ ലോക്കൽ പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്. എൻ്റെ ലക്ഷ്യം മിൽട്ടനാണ്, അവൻ മാത്രം. എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഈ ഇന്ത്യൻ ഏജൻസിൻ്റെ ലക്ഷ്യം പക്ഷേ മറ്റൊന്നാണ്. അവർക്ക് ഈ മിൽട്ടൺ ഗോവയിൽ നടത്തിയെന്ന് പറയുന്ന ക്രിസ്റ്റൽ മെത്ത് ഷിപ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് വേണ്ടത്. ക്ലിയർ ആയില്ലേ? സോ താങ്കൾ എന്നെ ഹെൽപ്പ് ചെയ്യില്ല എന്നല്ല. ഫോക്സ് വീണ്ടും ചിരിച്ചു. എൻ്റെ ആളുകളെ ഈ വിഷയത്തിൽ ഇടപെടുത്തിയാൽ ഒരു പ്രശ്നമുണ്ട്. അവർക്ക് ഇങ്ങനെയുള്ളവരെ ജീവനോടെ പിടിക്കുന്നതും അറസ്റ്റ് ചെയ്യുന്നതുമൊന്നും താല്പര്യം കാണില്ല. അവർ ഇതിൽ ഇൻവോൾവ്ഡ് ആയാൽ പ്രഭാകരൻ പിന്നെ ഭൂമിയിലുണ്ടാകില്ല. ഡെഡ് ബോഡി പോലും കിട്ടില്ല. അത് താങ്കൾക്ക് ഓക്കെ ആണെങ്കിൽ. എനിക്ക് വേണ്ടത് അതുതന്നെയാണ്. മാത്യൂസിൻ്റെ മുഖം മുറുകിയിരുന്നു. ഈ നാശം പിടിച്ചവന്മാർ മിൽട്ടൺ, പ്രഭാകരൻ, ഡേവിഡ്, പാർവതി എല്ലാം ചത്തു തുലയണം. അതാണ് എനിക്ക് വേണ്ടത്. ഇവന്മാരെയൊക്കെ ജയിലിലിട്ട് തീറ്റിപ്പോറ്റാൻ എനിക്കും താല്പര്യമില്ല. എങ്കിൽ ഡീറ്റെയിൽസ് പറയൂ. എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് വളരെ വ്യക്തമായി വിവരിക്കൂ ആദ്യം. പക്ഷേ അതിനു മുൻപ് നേരത്തെ പറഞ്ഞ ലിസ്റ്റിൽ നിന്ന് ഡേവിഡ് ജോൺ എന്ന പേര് വെട്ടിക്കോളൂ. അയാൾ താൻ ഉദ്ദേശിക്കുന്ന ആളല്ല. മാത്യൂസ് ഒരു നിമിഷം ആലോചനയിലാണ്ടു. എന്തൊക്കെയോ രഹസ്യങ്ങൾ ചുരുളഴിഞ്ഞു വരുന്നത് അയാളുടെ മുഖഭാവം വ്യക്തമാക്കി. തുടർന്ന് ഏതാണ്ട് 20 മിനിറ്റ് കൊണ്ട് മാത്യൂസ് അന്ന് കമ്മീഷണറുടെ കോൾ വന്നത് മുതൽ ഒടുവിൽ പ്രഭാകരൻ ശിവാനന്ദിനെ തട്ടിക്കൊണ്ടുപോയതുവരെ എല്ലാ കാര്യങ്ങളും ഫോക്സുമായി പങ്കുവച്ചു. തിരിച്ച് ഒരു ചോദ്യം പോലും ചോദിക്കാതെ ഫോക്സ് എല്ലാം ശ്രദ്ധാപൂർവം കേട്ടിരുന്നു. ഒടുവിൽ എന്തോ മറുപടി പറയാനായി അയാൾ മുഖമുയർത്തിയതും ഒരു കറുത്ത ഓഡി കാർ അവർക്ക് പുറകിലായി വന്ന് ബ്രേക്ക് ഇട്ടു. ഹാ അവരെത്തിക്കഴിഞ്ഞു. ഫോക്സ് തിരിഞ്ഞു നോക്കി. ആ കാറിൻ്റെ ഡോർ തുറന്ന് വെളിയിലിറങ്ങിയ ഒരാൾ തിടുക്കത്തിലോടി മാത്യൂസിൻ്റെ ബൊലേറോയുടെ പാസഞ്ചർ സൈഡിലെത്തി. വി വിൽ ടേക്ക് ഇറ്റ് ഫ്രം ഹിയർ മിസ്റ്റർ മാത്യൂസ്. വന്നയാളെ മാത്യൂസ് അടിമുടി ശ്രദ്ധിച്ചു. നോർത്ത് ഇന്ത്യൻ ആണെന്ന് വ്യക്തം. അസാമാന്യ കരുത്തുള്ള ബോഡി. ഒരു പട്ടാളക്കാരനോ മറ്റോ ആണെന്ന് തോന്നിപ്പിക്കുന്ന ശരീരപ്രകൃതി. പ്ലീസ് ഹോൾഡ് ഓൺ. ഫോക്സ് പതിയെ വെളിയിലേക്കിറങ്ങി. മിസ്റ്റർ മാത്യൂസ് ഹാസ് എ സിറ്റുവേഷൻ. നമുക്കെന്തെങ്കിലും ചെയ്യാനാകുമോ എന്ന് നോക്കണം. തുടർന്ന് അയാളുമായി എന്തൊക്കെയോ രഹസ്യമായി സംസാരിച്ചുകൊണ്ട് ഫോക്സ് അല്പം ദൂരേക്ക് മാറി നിന്നു. ഒടുവിൽ ആ വന്നയാൾ പോക്കറ്റിൽ നിന്നും ഒരു പിസ്റ്റൾ പുറത്തെടുത്ത് ഫോക്സിന് കൈമാറുന്നത് കണ്ടു. ഒപ്പം ഒരു മാഗസിൻ. വീണ്ടും അല്പനേരം കൂടി സംസാരിച്ച അവർ തിരിച്ച് മാത്യൂസിനരികിലെത്തി. സോ മിസ്റ്റർ മാത്യൂസ്, താങ്കൾ ആ ഫോൺ നമ്പറിൽ വിളിച്ചാൽ പ്രഭാകരൻ അറ്റൻഡ് ചെയ്യും അല്ലേ? ആ ഏജന്റാണ് ചോദിച്ചത്. യെസ്. ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം മിസ്റ്റർ മാത്യൂസ്. വി ഷൂട്ട് ടു കിൽ. ആളെ ബാക്കി വെക്കില്ല. സോ തുടർന്നുണ്ടാക്കാവുന്ന കോംപ്ലിക്കേഷൻസ് നിങ്ങൾ ഏൽക്കണം. നോ പ്രോബ്ലം. എൻ്റെ ഓഫീസറുടെ സുരക്ഷ മാത്രമേ ഞാനിപ്പോൾ നോക്കുന്നുള്ളൂ. പറയാതെ തന്നെ അവർ റോ ഏജൻസ് ആണെന്ന് മാത്യൂസിന് മനസ്സിലായിരുന്നു. അവരല്ലാതെ ഇങ്ങനൊരു അതോറിറ്റി ഉള്ള മറ്റൊരു ഏജൻസി ഇന്ത്യയിലില്ല. ആ മനുഷ്യൻ കാറിലേക്ക് പോയി അല്പസമയത്തിനുള്ളിൽ തന്നെ ഒരു ബ്രീഫ് കേസുമായി തിരിച്ചു വന്നു. ഫോൺ തരൂ. മാത്യൂസിൻ്റെ ഫോൺ വാങ്ങി അയാൾ അതിൽ നിന്നും ശിവാനന്ദൻ്റെ നമ്പർ ഓപ്പൺ ചെയ്ത് തൻ്റെ ഫോണിൽ നിന്നും ആരെയോ ഡയൽ ചെയ്തു. ഹലോ. തുടർന്ന് നടന്ന സംഭാഷണങ്ങൾ മാത്യൂസിന് മനസ്സിലായില്ല. ഇന്ത്യൻ ഭാഷ തന്നെയാണോ എന്നയാൾക്ക് സംശയം തോന്നി. ഏതാണ്ട് 5 മിനിറ്റോളം സംസാരിച്ച ശേഷം അയാൾ ആ ബ്രീഫ് കേസ് തുറന്നു. അപ്പോഴാണ് അതൊരു ലാപ്ടോപ്പാണെന്ന് മനസ്സിലായത്. അത്യാധുനികമായ ആ ലാപ്ടോപ്പ് തുറന്ന് അതിൻ്റെ ഇരുവശങ്ങളിൽ നിന്നും ഓരോ സ്ക്രീൻ കൂടി അയാൾ പുറത്തേക്ക് വലിച്ചു നീട്ടി. തുടർന്ന് ബ്ലൂടൂത്ത് വഴി മാത്യൂസിൻ്റെ ഫോൺ ആ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിച്ച ശേഷം ഫോൺ തിരികെ മാത്യൂസിനെ തന്നെ ഏൽപ്പിച്ചു. കോൾ ശിവാനന്ദ്. മാത്യൂസ് അത് കേൾക്കേണ്ട സമയം ഡയൽ ചെയ്ത് ഫോൺ ചെവിയോട് ചേർത്തു. എത്ര സമയം സംസാരിക്കാമോ അത്ര സമയം സംസാരിക്കുക. വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കോൺവെർസേഷൻ പരമാവധി നീട്ടിക്കൊണ്ടു പോകണം. ഫോണിൽ ചെവിയോർത്തുകൊണ്ട് തന്നെ മാത്യൂസ് തലയാട്ടി. ഒടുവിൽ ഹലോ. അപ്പുറത്തു നിന്നും പ്രഭാകരൻ്റെ പരുക്കൻ ശബ്ദം. ഞാൻ റെഡിയാണ്. എവിടേക്കാണ് വരേണ്ടത്? ഗുഡ് ബോയ്. പ്രഭാകരൻ്റെ ചിരി പുറത്ത് കേൾക്കാമായിരുന്നു. അതെ, ഞാൻ പിന്നെ ആലോചിച്ചപ്പോഴാണല്ലോ ഒരു കാര്യം ഓർമ്മ വന്നത്. തനിക്ക് ഞാൻ എൻ്റെ ലൊക്കേഷനൊക്കെ അങ്ങ് തന്നാൽ താൻ ആരാ മോൻ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ? ഒരു കാര്യം ചെയ്, ആ പിള്ളേരെ രണ്ടിനെയും ഒരു ഓട്ടോയിൽ കയറ്റി ഇങ്ങ് വിട്. ആദ്യം അവരിവിടെ എത്തട്ടെ, എന്നിട്ട് ഞാൻ തന്നെ അങ്ങോട്ട് വിളിക്കാം. എന്താ? മാത്യൂസ് പരുങ്ങലോടെ ആ ഏജന്റിനെ നോക്കി.
അയാൾ സംഭാഷണം തുടരാൻ ആംഗ്യം കാട്ടുകയാണ്. അവർക്ക് രണ്ടുപേർക്കും ബോധമില്ല സാർ. ആരോ അവരെ നന്നായി പെരുമാറിയിട്ടാണ് എൻ്റെ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടത്. ഒരു നതാലിയ തരുന്ന ഗിഫ്റ്റാണെന്ന് പറഞ്ഞ് ഒരു കുറിപ്പുമുണ്ടായിരുന്നു. പല്ലുറുമിക്കൊണ്ടാണെങ്കിലും പരമാവധി ബഹുമാനത്തിലാണ് മാത്യൂസ് സംസാരിച്ചത്. നതാലിയ. അപ്പുറത്ത് പ്രഭാകരൻ ഒരു നിമിഷം നിശബ്ദനായി. തനിക്കറിയില്ല അവൾ ആരാണെന്ന്. ഇല്ല സാർ. വേറെ ആരെങ്കിലും ഈ കേസ് അന്വേഷിക്കുന്നുണ്ടോ മാത്യൂസ്? സത്യം പറയണം, ഈ നിമിഷം വരെ ഞാൻ ശിവാനന്ദിൻ്റെ മേൽ ഒരു പോറൽ പോലും വരുത്തിയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഇടയിൽ വേറെ വല്ല കളിയുമാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ? ഇല്ല സാർ, എൻ്റെ അറിവിൽ മറ്റാരും ഇത് അന്വേഷിക്കുന്നില്ല. പോലീസ് അല്ലാതെ മറ്റാരും അന്വേഷിക്കാനാണ് സാർ. ആ നിമിഷം ഏജന്റും ഫോക്സ് മുഖമുയർത്തി. ഫോക്സ് മാത്യൂസിന് നേരെ തള്ളവിരൽ ഉയർത്തിക്കാട്ടി. മാത്യൂസിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. എനിക്കിനി ഒന്നും പറയാനില്ല മാത്യൂസ്, പ്രഭാകരൻ തുടർന്നു. എത്രയും പെട്ടെന്ന് അവന്മാരെ ഇങ്ങോട്ട് കയറ്റിവിട്ടാൽ തനിക്ക് ശിവാനന്ദിനെ ഇനിയും ജീവനോടെ കാണാം. ഞാൻ എൻ്റെ 2 പേരെ അങ്ങോട്ട് വിടാം. ആ വണ്ടിയിൽ അവന്മാരെ കയറ്റി അയച്ചാൽ മതി കേട്ടോ? ഓക്കെ സാർ. മാത്യൂസ് ഫോൺ കട്ട് ചെയ്തു. ആ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ തെളിഞ്ഞ ലൊക്കേഷൻ മാത്യൂസിന് ചിരപരിചിതമായിരുന്നു. ആലുവ പാലത്തിന് സമീപമുള്ള ആ റെസിഡൻഷ്യൽ ഏരിയ. അതിനുള്ളിൽ ഒരു വില്ലയുടെ മുറ്റത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന പ്രഭാകരൻ്റെ ബ്രൗൺ കളർ ബെൻസ് കാർ വരെ വ്യക്തമായി കാണാമായിരുന്നു. തുടർന്ന് നടന്ന സംഭവങ്ങൾ ഒരു ഇംഗ്ലീഷ് സിനിമയെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു. തൻ്റെ കോട്ടിനുള്ളിൽ നിന്നും പുറത്തെടുത്ത ഒരു ചെറിയ വയർലെസ്സിൽ കൂടി ഏജന്റ് ആരെയോ വിളിക്കുന്നത് കണ്ടു. കേൾക്കോം, ദിസ് ഈസ് ബിഗ് ബേർഡ്, ഓവർ. ഗോ ഹെഡ് ബിഗ് ബേർഡ്, ഓവർ. ഒരു സെർച്ച് ആൻഡ് റെസ്ക്യൂ മിഷൻ ഉണ്ട്. ഹൈ വാല്യൂ ടാർഗറ്റ്. ഡീറ്റെയിൽസ് ഉടനെ അയക്കാം, ഓവർ. റോജർ ദാറ്റ്, ഓവർ. അപ്രോച്ച് വിത്ത് എക്സ്ട്രീം കോഷൻ. സസ്പെക്ട്സ് ആർ ആംഡ് ആൻഡ് ഡേഞ്ചറസ്. എൻഗേജ് വിത്ത് ഫോഴ്സ്, ഓവർ. ആ സംഭാഷണം അവസാനിച്ചതും മാത്യൂസ് തൻ്റെ ഫോണിൽ പ്രഭാകരൻ്റെ ഫോട്ടോ ഓപ്പൺ ചെയ്തു. അതിൻ്റെ ആവശ്യമില്ല മാത്യൂസ്. മിസ്റ്റർ പ്രഭാകരൻ കാലങ്ങളായി ഞങ്ങളുടെ നിരീക്ഷണത്തിലായിരുന്നു. കേരളത്തിലെ മിൽട്ടൻ്റെ ലിങ്കല്ലേ അയാൾ. എന്തെങ്കിലും ഒരിക്കൽ അയാളുമായി ഒരു ഏറ്റുമുട്ടൽ ഞങ്ങൾ പ്രതീക്ഷിച്ചു തന്നെയാണ്. മിനിറ്റുകൾക്കുള്ളിൽ ലാപ്ടോപ്പിൽ പ്രഭാകരനെക്കുറിച്ചും ആ വില്ല കോംപ്ലക്സിനെ പറ്റിയുമെല്ലാം ഒരു ബ്രീഫ് തയ്യാറാക്കി അയാൾ അയച്ചു കഴിഞ്ഞു. എല്ലാം പൂർത്തിയാക്കി ലാപ്ടോപ്പ് അടച്ചപ്പോൾ മാത്യൂസ് ഹസ്തദാനത്തിനായി കൈനീട്ടി. എൻ്റെ പേര് നിങ്ങൾക്കറിയാം, ഒരുപക്ഷെ എന്നെപ്പറ്റി എല്ലാം അറിയാമായിരിക്കാം എന്നും കരുതുന്നു. താങ്കൾ? ഞാൻ യഥാർത്ഥ പേര് താങ്കളോട് വെളിപ്പെടുത്തുമെന്ന് തോന്നുന്നുണ്ടോ മിസ്റ്റർ മാത്യൂസ്? അയാളുടെ മുഖത്ത് യാതൊരു സൗഹൃദ ഭാവവും ഉണ്ടായിരുന്നില്ല. മേ ബി നോട്ട്. മാത്യൂസ് കൈവലിച്ചു. തത്വമസി, പ്രഭാകരന്റെ വില്ല. മാത്യൂസുമായുള്ള സംഭാഷണത്തിന് ശേഷം പ്രഭാകരൻ താഴത്തെ നിലയിലുള്ള ബെഡ്റൂമിലേക്ക് നടന്നു. അവിടെ ഒരു മരക്കസേരയിൽ ബോധരഹിതനായി ശിവാനന്ദ് ഇരിക്കുന്നുണ്ടായിരുന്നു. കൈകാലുകളെല്ലാം സ്കോച്ച് ടേപ്പ് കൊണ്ട് ബന്ധിച്ചിരുന്നു. നെറ്റിയിൽ നീളത്തിലൊരു മുറിവുണ്ട്. പ്രഭാകരന്റെ സഹായികൾ 2 പേരും നിലത്ത് ഒരു പോളിത്തീൻ പായ് വിരിച്ചിടുകയാണ്. മരം മുറിക്കാൻ ഉപയോഗിക്കുന്ന വലിയൊരു കട്ടിംഗ് സോ നിലത്ത് കിടക്കുന്നുണ്ട്. അതിനോട് ചേർന്ന് തന്നെ 2 വലിയ പ്ലാസ്റ്റിക് ബാരലുകൾ. അതിനുള്ളിൽ നിന്ന് ചെറുതായി ആവി പാറുന്നുണ്ട്. മുറി നിറയെ സൾഫ്യൂരിക് ആസിഡിന്റെ രൂക്ഷഗന്ധമായിരുന്നു. മുറിയിലെത്തിയ പ്രഭാകരൻ ആദ്യം തന്നെ ഒരു ചെറിയ സിറിഞ്ചുമായി ആ ബാരലുകളെ സമീപിച്ചു. അയാളുടെ കൈകളിൽ വലിയ റബ്ബർ ഗ്ലൗസുകൾ അണിഞ്ഞിരുന്നു. സിറിഞ്ചിൽ നിറയെ സൾഫ്യൂരിക് ആസിഡ് നിറച്ച ശേഷം അയാൾ ശിവാനന്ദിന് നേരെ തിരിഞ്ഞിരുന്നു.